ഗേയം ഗീതാനാമ സഹസ്രം ധ്യേയം ശ്രീപതിരൂപം അജശ്രം. ഇപ്പം ഗീത എന്ന് മാത്രം പറയുമ്പോൾ പെട്ടെന്ന് ഭഗവത്ഗീതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗീതകൾ മറ്റനേകമുണ്ടെങ്കിലും ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ച ഭഗവത്ഗീതയ്ക്ക് ശേഷം അനുഗീത ഉപദേശിച്ചിട്ടുണ്ട്. 18 അധ്യായത്തിലാണ് ഭഗവത്ഗീത എങ്കിൽ 36 അധ്യായത്തിൽ അനുഗീത ഉപദേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിസൂക്ഷ്മ തത്വങ്ങളെ ഭഗവാൻ തന്നെ ഉദ്ധവന് ഉപദേശിച്ചിട്ടുണ്ട്, ഉദ്ധവഗീത. ഇതൊക്കെ ഉണ്ടെങ്കിലും സമസ്ത വേദാർത്ഥസാരമായിട്ട് നമ്മൾ ഭഗവത്ഗീതയാണ് മാനിക്കുന്നത്. മാത്രമല്ല ഭഗവാൻ ഭാഷ്യകാരൻ ഭാഷ്യ രചന ചെയ്തിട്ടുള്ളതും ഗീതയ്ക്കാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ ഗീത എന്ന് പറയുമ്പോൾ നമുക്ക് ഭഗവത്ഗീത നിസ്സംശയം മനസ്സിലാക്കാം. അങ്ങേ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച് കർമ്മം ചെയ്ത എനിക്ക് പോലും ദുഃഖം തീർന്ന് സുഖമുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങ് വിഷ്ണു ഭഗവാനോട്. ഇതാണ് ഭാരതീയ ദർശനങ്ങളുടെ മഹത്വം. മനസ്സിലാകുന്നുണ്ടോ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് വൈകുന്നേരം 6:30 സന്ധ്യാദീപം.